ഷാലോം TV ഒരുക്കുന്ന യേശുവിൻ്റെ രണ്ടാം വരവ് എന്ന പഠന പരമ്പരയിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ഇത് ശ്രവിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ജ്ഞാനസ്നാനത്തിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞിരിക്കുന്നവരാണ്. ഈ പഠന പരമ്പരയിൽ നമ്മൾക്കുണ്ടാകാവുന്ന വെളിപ്പെടുത്തലുകളും വെളിച്ചവും ലഭിക്കുന്നതിന് നമുക്കൊരു നിമിഷം ആ ജ്ഞാനം നമ്മളിൽ പ്രവർത്തിക്കുന്നതിനും ആ ജ്ഞാനം നമ്മളിൽ അഭിഷേകമാകുന്നതിനും ആത്മാർത്ഥമായെന്ന് പ്രാർത്ഥിക്കാം. ഇതെൻ്റെയോ നിങ്ങളുടെയോ ആരുടെയോ ബുദ്ധിയിൽ രൂപം കൊള്ളാൻ പറ്റിയ ഒരു കാര്യമല്ല. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നാലേ ഇത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ആ ഒറ്റ വചനമാണ് ഞാൻ മുറുക്കെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഓ പരിശുദ്ധാത്മാവേ, ഇത് ശ്രമിക്കുന്ന എല്ലാവരിലും അങ്ങയുടെ ജ്ഞാനത്താൽ ഈ ദൈവിക രഹസ്യങ്ങളെ, ഈ പഠന പരമ്പരയെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനും അത് സംഗ്രഹിക്കാനും അത് ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടാനും ഇടവരുത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങ് സ്വർഗത്തിലെ റാണിയാണ്. സ്വർഗത്തിലെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന സ്വർഗറാണി, മക്കളായ ഞങ്ങൾ ആ രഹസ്യങ്ങളെല്ലാം അറിയാൻ ഞങ്ങളെ സഹായിക്കണേ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം വളരെ 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 പ്രത്യേകതയുള്ളൊരു അധ്യായമാണ്. കാരണം അന്ത്യ അത്താഴം 13-ാം അധ്യായത്തിൽ അന്ത്യ അത്താഴത്തിന് ശേഷം ഈശോ ആ അന്ത്യ അത്താഴത്തിൽ തൻ്റെ ജീവൻ ബലിയായി ആത്മീയമായി അർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം 14, 15, 16, 17, 18 5 അധ്യായങ്ങൾ ഒരു രാത്രി നൽകിയ പ്രബോധനമാണ്. 5 അധ്യായം. അപ്പോൾ 13-ാം അധ്യായം അടക്കം 6 അധ്യായം ഒരു ഈവനിങ്, ഒരു സായാഹ്നത്തിലെ കാര്യമാണ്. അതിലെ ഏറ്റവും പ്രധാന വിഷയം ഈ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഉപമകളും കൂടാതെ തുറന്ന് ഈശോ സംസാരിക്കുകയും അതോടൊപ്പം ഈശോ പറയാണ്, ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മനസ്സിലാവില്ല. ഇപ്പോൾ എന്ന് പറയുന്നത് യേശുവിൻ്റെ ആ പീഠാനുഭവത്തിന് മുൻപ്. വീണ്ടും ഈശോ പറയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അതാണ് 14-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ പറയുന്നത്, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആ പ്രബോധന പരമ്പരയിൽ 16-ാം അധ്യായം 12-ഉം 13-ഉം വചനത്തിൽ പറയുന്നത്, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. ഇപ്പോൾ ആ
സത്യാത്മാവ് വരുമ്പോൾ, അതായത് പന്തക്കുസ്താക്ക് ശേഷം നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സ്നേഹമുള്ളവരെ, ഇവിടെ ഈ 14-ാം അധ്യായത്തിൽ ഈശോ പറയുന്ന വലിയൊരു പ്രമേയം ഇതാണ്: യേശുവിൻ്റെ 2ാം വരവിനെ കുറിച്ചാണ്. ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. അതാണ് ഇത് ചിന്താവിഷയമാക്കുകയും മാത്രം പോലെ ഇത് പഠന വിഷയമാക്കണം. ഇത് ശരിക്കും പഠിക്കണം. സ്നേഹമുള്ളവർ, വളരെ വർഷത്തെ, വളരെ നാളത്തെ പഠനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണ് സഭാപിതാക്കന്മാർ, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ഹിലാരിയോസ്, വിശുദ്ധ ജെറോം, വിശുദ്ധ അഗസ്തീനോസ്, ഇവരുടെയെല്ലാം പ്രബോധനങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴാണ് ശരിക്കും എന്തോ ഒരു വലിയ രഹസ്യങ്ങളാണ് ഈശോ പറഞ്ഞു തരുന്നതെന്ന് നമ്മൾ മനസ്സിലാവുന്നത്. ഈശോ അത് ചെറിയ വാക്കുകളിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിലും ആ ചെറിയ വാക്കുകളുടെ ഉള്ളിൽ ഒരാശയ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ട്. ആ വാക്കിതാണ് 14:1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. സ്നേഹമുള്ളവർ, ഇത് തന്നെയാണ് ഒരുപാട് ആളുകളുടെ പ്രശ്നം. ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത, ഒരു ഭയം. എന്നാൽ ഈശോ പറയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കണ്ട, 2 കാര്യം അവിടെ പറയുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? ഞാൻ പോയി, ശ്രദ്ധിക്കണം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വരും. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. സ്നേഹമുള്ളവരെ, ഇവിടെ വളരെ കൃത്യമായിട്ട് ഈശോ പറയുകയാണ്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പം ഇവിടെ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളിൽ ഇതേ ആശയം എടുത്ത് പരിശുദ്ധ പിതാവ് ഈ ഈശോയുടെ വീണ്ടും വരവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഈ വചനം എടുത്തുകൊണ്ട് തന്നെയാണ്. അവിടെ ഒരു 3-4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഈശോ. ഒന്ന്, പിതാവിൻ്റെ ഭവനത്തിൽ നമുക്കൊക്കെ സ്ഥലമുണ്ട്. അതായത് ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യർക്കും അവിടെ വാസസ്ഥലമുണ്ട്. അത്രയ്ക്ക് വിശാലമായ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ വരണം. 2-ാമത്, ഞാൻ പോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ പോയി എന്ന് പറയുന്നത് ഈശോയുടെ പീഡാനുഭവവും മരണവുമാണ്. ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും, ഇതിലൂടെ ഈശോ നമുക്കായി എല്ലാം ഒരുക്കുന്നു. അങ്ങനെ ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കുക എന്നുള്ളത് നിത്യതയിലേക്കുള്ള ആ സഹവാസമാണ്. പണിയുന്നോർസ്ലേം നഗരീതാ കരുണാവാരിധി അവനല്ലോ, ചിതറിയൊരിസ്രയേൽ ജനതതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനിലുമുള്ള ജനങ്ങളെല്ലാം ദൈവം വീണ്ടും ചേർത്ത് അവരുടെ പാപങ്ങളെടുത്ത് ശുദ്ധീകരിച്ച് അവരെ ഉയർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ വീണ്ടും വരവ് എന്ന ഒരു ആശയത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ആ വീണ്ടും വരവിന് മുമ്പ് എന്തെല്ലാം സംഭവിക്കണമെന്നും ആ വീണ്ടും വരവ് എന്ത് വികാരത്തോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. കുറേ നാൾ മുമ്പ് വരെ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പാടാറുള്ള സമാപന ആശീർവാദ വചനം, പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ
മാലാഖമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. വിസ്മയനീയമായ ഈ കാര്യം കുറേ നാൾക്ക് മുമ്പ് വരെ ഞാൻ കേട്ടിരുന്നത്, എൻ്റെ ഉള്ളിലുള്ള വികാരം ഇതായിരുന്നു, ഭീതി കലർന്ന യുഗാന്ത്യത്തിൽ എന്നാണ്. പിന്നീട് ഒരിക്കൽ ഞാൻ എപ്പോഴും കുർബാന പുസ്തകം ഉപയോഗിച്ചാണ് കുർബാനയ്ക്ക് പങ്കെടുക്കാറുള്ളതെങ്കിലും ഈ ആശീർവാദ സമയമാകുമ്പോൾ പുസ്തകം അടച്ചു വെച്ച് നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം യാദൃച്ഛികമായി ഞാൻ പുസ്തകം തുറന്നു വെച്ച് ഇത് കേട്ടപ്പോഴാണ് മനസ്സിലാവുന്നത്, എൻ്റെ ദൈവമേ, ഭീതി കലർന്ന യുഗാന്ത്യത്തിൽ നിന്നല്ലല്ലോ. ഞാൻ അതിശയിച്ചു പോയി. അപ്പോൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വികാരം ദൈവത്തിൻ്റെ യുഗാന്ത്യത്തെക്കുറിച്ചും ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ചുമുള്ള ഒരു വികാരം ഭീതി കലർന്ന ഒരു യുഗാന്ത്യമായിരുന്നു. അച്ഛൻ പാടുന്നത്, പുസ്തകം നോക്കി പാടുന്നത് പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ നിന്ന് തന്നെയാണ്. എത്ര വർഷമായിട്ട് ഞാനത് കേൾക്കുന്നു, പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ കേൾക്കുന്നത് ഭീതി കലർന്ന യുഗാന്ത്യത്തിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് പലരുടെയും ഒരവസ്ഥ. ഇതെൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നേരത്തെ തന്നെ സത്യം മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ സത്യം എന്ന് പറയുന്നത് ഇതാണ്. എന്താ സത്യം? ഭീതിയല്ല, പ്രീതിയാണ്. പ്രീതി എന്നാൽ എന്താ? ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവമാണ് പ്രീതി. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, ചില ആളുകളെ പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് ഭയമാണ്. കാരണം ആ ആൾ ഭയങ്കര പെശകാണ്. എന്നാൽ ചില ആളുകളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ്, ഒന്ന് വേഗം വന്നാൽ മതി. കാരണം നമ്മൾ അത്രയ്ക്ക് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, ആ വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നു. ഇതാണ് വിഷയം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ രാജാവ്, ഈ വീണ്ടും വരുന്ന യേശു രാജാവാണെന്നും ആ യേശുവിൻ്റെ രാജ്യം എന്ന് പറയുന്നത്, ദൈവരാജ്യം എന്ന് പറയുന്നത് സ്നേഹരാജ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം സ്നേഹമാകുന്നു. നേരെ കണക്കണ ഒരു കണക്കാണ്. കിങ്ഡം ഓഫ് ഗാഡ് ഈസ് കിങ്ഡം ഓഫ് ലവ്, ബിക്കോസ് ഗോഡ് ഈസ് ലവ്. നമ്മൾ പലപ്പോഴും ധ്യാനങ്ങളിലെല്ലാം കേട്ടിട്ടുള്ളതാണ്, ദൈവം അനന്ത സ്നേഹമാണ്. അതെ, സത്യമാണത്. ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ സുപ്രഭാതത്തിലും പുതിയതാണ്. അതോടൊപ്പം ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥ കൂടാത്തതാണ്, അൺകണ്ടീഷണലാണ്. എല്ലാവരെയും സ്നേഹിക്കുന്നു. നന്മ ചെയ്യുന്നവനെയും തിന്മ ചെയ്യുന്നവനെയും ദൈവം സ്നേഹിക്കുന്നു എന്നതാണ് ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ദൈവം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ആത്മസുഹൃത്താണ് ഈശോ. എനിക്ക് ഈശോ എന്ന് പറയുന്നത് എൻ്റെ ജീവനാണ്. അതല്ലേ പൗലോസ്ലീഹ എല്ലാം പറയുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാൻ ഓരോ വിശുദ്ധ കുർബാനയിലും ഈ പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ, ആ പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ വരുന്ന കർത്താവിനെയാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും സ്വീകരിക്കുന്നത് തന്നെ. അപ്പോൾ വാസ്തവത്തിൽ ആ വരാനിരിക്കുന്ന രാജാവിൻ്റെ അനുഭവം നമുക്ക് ഇവിടെ വെച്ച് തന്നെ മുൻ ആസ്വാദനമായിട്ട് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലുള്ള അവസ്ഥ മാത്രമല്ല, സ്വർഗരാജ്യത്തിൻ്റെ യുഗാന്ത്യപരമായ അവസ്ഥയിലുള്ള വിശ്വാസത്തോടെ. അതാണ്. അതുകൊണ്ടാണ് ഈ ആൽഫായും ഒമേഗായുമായ കർത്താവ് സർവാധിപനാണെന്നും നമ്മളുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നു. പല പ്രാവശ്യം കുർബാനയിൽ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഇത് പറയുന്നുണ്ട്. നമ്മുടെ വിശ്വാസ പ്രമാണം ആരംഭിക്കുന്നത് സർവശക്തനും പിതാവും ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഏക ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുമ്പോൾ ആ ദൈവത്തിന് വല്ല മാറ്റമുണ്ടോ? ആ ഏക ദൈവം മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു.
ആ അവതരിച്ച ദൈവം തന്നെയാണ് നമ്മളെ രക്ഷിച്ചതും നമുക്ക് വേണ്ടി രക്തമൊഴുക്കി പീഡ സഹിച്ച് നമ്മുടെ പാപങ്ങൾക്ക് മോചനം നൽകി നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ സ്വർഗീയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് ഞാൻ പോയി സ്ഥലമൊരുക്കി, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ വീണ്ടും വരും. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുകയാണ്, പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ആയിരിക്കുന്നവനുമായിട്ട് ഇവിടെ വെച്ച് നമ്മുടെ എന്താ ബന്ധം? ആ സ്നേഹബന്ധം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അവൻ വരും എന്നറിയുമ്പോൾ നമ്മൾ അണിഞ്ഞൊരുങ്ങി മനോഹരമായി അവനെ സ്വീകരിക്കാൻ ഒരുങ്ങുമോ ഇല്ലയോ? അവൻ വരും. എന്താ പറയുന്നത്? മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥായിയായിട്ടൊരു ഘടകമാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ നോക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, ഒരു സംശയമില്ല. കർത്താവ് ഈശോ മിശിഹ ജനിച്ചു എന്നത് യാതൊരു സംശയമില്ല. കർത്താവ് ഈശോ മിശിഹ മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്നുള്ളതിനും യാതൊരു സംശയമില്ല. ഇതെല്ലാം അനുഭവിച്ചതും കണ്ടവരുമായ സാക്ഷികളുണ്ട്. എന്നാൽ വീണ്ടും വരും എന്ന് കണ്ട സാക്ഷികളുണ്ടോ? വീണ്ടും വരും എന്നത് വരാനിരിക്കുന്നൊരു സംഭവമാണ്. ആ വരാനിരിക്കുന്ന സംഭവത്തിലുള്ള വിശ്വാസമാണ് കൂടുതൽ സ്ഥായിയായിട്ടുള്ള വിശ്വാസം. കാരണം വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ്. യേശുക്രിസ്തു ജനിച്ചു, മരിച്ചു, ഉയർത്തു എന്നതെല്ലാം കാണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും അതിൽ വിശ്വസിക്കണം. ആ വിശ്വാസത്തെക്കാൾ ഉപരി യേശുക്രിസ്തു ഇനി വീണ്ടും വരുന്ന കാര്യങ്ങളും വീണ്ടും വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന കാര്യങ്ങളും വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ അനുസരിച്ച് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ സത്യം അറിയുന്നത്. വിശുദ്ധ അഗസ്തീനോസ് മനസാന്തരത്തിന് മുമ്പ് ഒരിക്കൽ അഗസ്തിക്കുട്ടിയായിട്ട് അംബ്രോസ് പിതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ. അപ്പോൾ അഗസ്തീനോസ് വളരെ വലിയ പണ്ഡിതനായിരുന്നു, ജീനിയസ് ആയിരുന്നു, അന്നും വളരെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അഗസ്തീനോസ് പറഞ്ഞു, ഞാനിങ്ങനെ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ അംബ്രോസ് പറഞ്ഞു, മോനെ, സത്യം നീ അന്വേഷിക്കുകയല്ല വേണ്ടത്, സത്യം നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സത്യത്തിനെ നിന്നെ അങ്ങ് വിട്ടുകൊടുത്താൽ മതി. ഇത് പറഞ്ഞപ്പോൾ അഗസ്തീനോസിൻ്റെ ഇൻ്റലക്ച്വൽ, ആ ബുദ്ധിപരമായ മനസ്സിൽ ഒരു കോളിളക്കം. അഗസ്തീനോസ് ഇത്രയും നാളും സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കേൾക്കുകയാണ്, സഭാപിതാവായ അംബ്രോസ് പിതാവ് പറയുകയാണ്, സത്യം നിന്നെ അന്വേഷിക്കുന്നു. കാരണം സത്യം ഒരു വ്യക്തിയാണ്. വാട്ട്? അഗസ്തീനോസിന് ഷോക്കടിച്ച അനുഭവമാണ് ഉണ്ടായത്. സത്യം ഒരു വ്യക്തിയാണ്. അതാണ് ഇവിടെ ഈശോ പറയുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കി ഞാൻ വീണ്ടും വരും. എന്നിട്ട് പറയാണ്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാനാകുന്നു സത്യം, ഞാനാകുന്നു വഴി, ഞാനാകുന്നു ജീവൻ. സ്നേഹമുള്ളവരെ, ഇവിടെ ജീവൻ എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ ഈ ഭൂമിയിലുള്ള ജീവനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാൾ ഉപരിയായ അനന്തമായ ഒരു ജീവൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആ അനന്തമായ ജീവനാണ് കർത്താവ് ഈശോ മിശിഹായാവുന്ന സത്യം നമുക്ക് തരുന്നത്. അതിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈശോ പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ആ വിശാലതയിലേക്ക് വരുവിൻ. എന്തിനു പറയണു? അന്നു മുതൽ അഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ ഒരു ജ്വലനമുണ്ടായി. അഗസ്തീനോസ് ഇത് വെച്ച് ചിന്തിക്കാൻ തുടങ്ങി, സത്യം എന്നെ അന്വേഷിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇതായിരിക്കട്ടെ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. ദൈവം നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ദൈവത്തെ പോലെയാണ്. ഏത്? ഈ വരാനിരിക്കുന്ന രാജകുമാരനെ പോലെയാണ് നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്
യുഗാന്ത്യപരമായ ഒരു വീക്ഷണത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സങ്കീർത്തനം 45 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപൂരത്തിൽ ഇരിക്കുന്നു. ആരാണ് ഈ രാജകുമാരി? ഈ രാജകുമാരി സഭയാകുന്ന, വിശ്വാസികളുടെ സമൂഹമാകുന്ന നമ്മളെല്ലാവരും അടങ്ങുന്ന ആ സഭയാണ് ഈ മണവാട്ടിയായ രാജകുമാരി. രാജാവ് വരുന്നു. ആ രാജാവിൻ്റെ മണവാട്ടി ആരാ? രാജകുമാരി. രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപൂരത്തിൽ ഇരിക്കുന്നു. സങ്കീർത്തനം 45, 13, 14. വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു. മാലാഖമാരാണ് കന്യകമായ തോഴിമാർ. പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്? ആഹ്ലാദഭരിതരായവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. സ്നേഹമുള്ളവർ, ആഹ്ലാദഭരിതമായ ഒരവസ്ഥ. മലങ്കര സുറിയാനി മലങ്കര ക്രമത്തിലെ ഒരു ഗാനം ഇങ്ങനെയാണ്, ശവസംസ്കാര ശുശ്രൂഷകളോട് അനുബന്ധിച്ചിട്ടുള്ളതാണ്. പാഴൂഴിയിൽ ഉയരും ശോശാന പൂക്കൾ. പാഴൂഴിയിൽ വരും ശോശാന പൂക്കൾ എന്ന് പറഞ്ഞാൽ സിമിസ്തേരിയിലെ ആ പൂഴി മണ്ണിൽ വെച്ച് പിടിപ്പിക്കാറുള്ള വെളുത്ത ഒരു പൂക്കളാണ്. മിക്കവാറും എല്ലാ സിമിസ്തേരികളിലും ഇതുണ്ടാകും. പാഴൂഴിയിൽ ഉയരും ശോശാന പൂക്കൾ പോൽ കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തും ആദാം മക്കൾക്കായി റുക്കുദിശ നെയ്ത വസ്ത്രം ചാർത്തും. അപ്പോൾ ആദാം മക്കളായ എല്ലാ മക്കളെയും യേശു വന്ന് രക്ഷിച്ചു, ശുദ്ധീകരിച്ചു, മഹത്വീകരിച്ചു. അവരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ ഉയർത്തെഴുന്നേറ്റ ശരീരമാണ് ഈ റുക്കുദിശ നൽകിയ കൈപ്പണിയില്ലാത്ത വസ്ത്രം. അതാണ് ഇവിടെ സങ്കീർത്തനം 45 പറയുന്നത്. രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി. സ്വർണ്ണക്കശവുള്ള ഉടയാട ചാർത്തുക എന്ന് പറഞ്ഞാൽ മഹത്വം അണിയുന്ന, ആ മഹത്വം അണിഞ്ഞിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ ശരീരവുമായിട്ടാണ് രാജകുമാരിയായ സഭ, നമ്മൾ ഓരോരുത്തരും വരാനിരിക്കുന്ന രാജാവിനെ കാത്തിരിക്കുന്നത്. യുഗാന്ത്യത്തെക്കുറിച്ചും ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ചും ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. പരിശുദ്ധ പിതാവ് കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ ഒരു പ്രഘോഷണത്തിൽ ഇത് പറയുകയാണ്. അത് അടുത്ത പരമ്പരയിൽ, അടുത്ത എപ്പിസോഡിൽ ഞാനത് വിവരിക്കാം. നമ്മൾക്ക് പ്രധാനമായിട്ടുണ്ടാകേണ്ടത് ഈശോ സ്നേഹമാണ്, കരുണയാണ്. നമ്മൾ ആരെയും ശിക്ഷിക്കാനല്ല ഈശോ വന്നിരിക്കുന്നത്, മറിച്ച് എല്ലാവരെയും ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കുക. ഈ ഒരാശയം മനസ്സിൽ വയ്ക്കുക. ഞാനായിരിക്കുന്നിടത്ത് എവിടെയാണ് ഈശോ ആയിരിക്കുന്നത്? പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂടെ. ആ രാജകീയ അവസ്ഥ നമുക്ക് ദൈവം തരുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ രാജാവാണ്. എന്നാൽ ആ രാജാവ് സ്നേഹം മാത്രമാണ്, അതോടൊപ്പം ജ്ഞാനമാണ്. ഇത് നമ്മളിനി അടുത്ത് ചിന്തിക്കും. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഇവിടെ വെച്ച് തന്നെ ഈ വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങുകയുള്ളൂ. ഇതിൻ്റെ സത്യം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. നമ്മളിലുള്ള ഫോൾസ് ഇമേജുകൾ മാറണം, സൂപ്പർസ്റ്റിഷൻസ് മാറണം, നമ്മളിലുള്ള തെറ്റായ ധാരണകൾ മാറണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സത്യം തന്നെയായ അങ്ങ് വ്യക്തിയാണ്. ആ വ്യക്തിയാകുന്ന സത്യം ഞങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിതാ വിട്ടുതരുന്നു അങ്ങയുടെ സത്യം. സത്യാത്മാവ് മുഖേന ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. സത്യം തന്നെയായ യേശു തമ്പുരാൻ ആൽഫായും ഒമേഗയുമാണ്. ആ ഒമേഗ പോയിന്റിൽ എങ്ങനെയായിരിക്കും? അങ്ങായിരിക്കുന്നിടത്ത് ഞങ്ങളുമായിരിക്കാൻ അങ്ങ് വീണ്ടും വരും. ഓ ദൈവമേ, ഇന്ന് തന്നെ ഈ വിശ്വാസത്തിൽ ഞങ്ങളെ അടിയുറപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസ പ്രമാണം അതിൻ്റെ അർത്ഥസമ്പുഷ്ടിയിൽ മനസ്സിലാക്കാനും
ഞങ്ങളുടെ ഓരോ ദിവസവും ഓരോ വിശുദ്ധ കുർബാനയും ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ വരാനിരിക്കുന്നവനെ തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് കർത്താവേ. ഓ ദൈവമേ, ഈ രഹസ്യങ്ങൾ കൂടുതലായി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഈ പഠന പരമ്പരയിൽ ഞങ്ങളുടെ ഹൃദയം എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും അകറ്റി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട. എന്നിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി ഞാൻ വീണ്ടും വരും.